ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഉണ്ണിപ്പിണ്ടി കൊണ്ട് ഒരു തോരനാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാവുന്നതല്ലോ, ഉണ്ണിപ്പിണ്ടി ഹെൽത്തിയാണ്, ഫൈബർ അടങ്ങിയിട്ടുണ്ട്, ഉണ്ണിപ്പിണ്ടി കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ഉണ്ണിപ്പിണ്ടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഉണ്ണിപ്പിണ്ടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇതിൽ നൂല് പോന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇതുപോലെ ചെയ്താൽ എളുപ്പത്തിൽ നൂല് മൊത്തം അങ്ങോട്ട് പോന്ന് കിട്ടും. ഇത് കഴുകി വെള്ളം നന്നായിട്ട് വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ പറയാം. മുളക് പൊടി, വേപ്പില, ഉള്ളി, പച്ചമുളക്, ഉള്ളി ചതച്ചത്, പിന്നെ തേങ്ങ. ഇനി തേങ്ങ, ഉള്ളി, പച്ചമുളക് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സിയിൽ ഒതുക്കിയെടുക്കാം. പിന്നെ ഉണ്ണിപ്പിണ്ടി ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. തേങ്ങ, ഉള്ളി, പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് കൂടിയിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒതുക്കിയെടുക്കാം. ഇതായിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളി ചതച്ചത് വേപ്പില, ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കറക്റ്റ് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. വേവിച്ച് വെച്ച ഉണ്ണിപ്പിണ്ടിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒതുക്കി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഒരു 2 മിനിറ്റ് നേരം മൂടി വയ്ക്കുക.
തുറന്ന് നോക്കാം. പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ഉണ്ണിപ്പിണ്ടി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയും നല്ല വീഡിയോ ഇട്ട് ഞങ്ങൾ വീണ്ടും വരും. ഓക്കെ, ബൈ.